ഹലോ ഗായ്സ്, എനിക്ക് വൈകുന്നേരമായപ്പോൾ ഉണ്ടല്ലോ ഇലട ഉണ്ടാക്കിയാലോന്ന് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുറ്റത്തേക്ക് കൊണ്ടിറങ്ങി. അപ്പം ഞങ്ങളെ വീടിൻ്റെ ചുറ്റിലും വാഴകളുണ്ട്. എന്നെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, വീടിന് ചുറ്റും വാഴകളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇലട ഉണ്ടാക്കാമെന്ന്. ഇലട ഉണ്ടാക്കാനുള്ള പ്രയത്നമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെട്ടിത്തിളച്ച വെള്ളം വേണം കേട്ടോ ആ പൊടിയിലേക്ക് പാരാൻ വേണ്ടിയിട്ട്. കൈ അതുപോലെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല വെന്ത് കിട്ടും കൈ. അപ്പോൾ അതൊന്ന് തണുത്താറിയിട്ട് ഇടുക. ഒന്ന് ഇത്തിരി ഉപ്പിടാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഇടാം. പക്ഷേ എൻ്റെ വീട്ടിൽ നെയ്യില്ലായിരുന്നു, എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഈ പഞ്ചസാരയും പിന്നെ അതുപോലെ ഏലക്കായും കൂടി മിക്സ് ചെയ്തിട്ട് കുത്തിയിട്ട് അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണത്? പിന്നെ നമ്മൾ സാഹസികമായിട്ട് നമ്മളെ പത്തിരി പരത്തിയെടുത്തു. ചില ആൾക്കാർ പത്തിരി പ്രസ്സിൻ്റെ മുകളിൽ പരത്തിയിട്ട് അതിൽ വെക്കും. ഞാനത് ഇങ്ങനെ കൈയിനോട് തന്നെ ഇങ്ങനെ റൗണ്ടാക്കി പരത്തിയെടുത്തു. അങ്ങനെ റൗണ്ടായിട്ട് വന്നു ഏകദേശമൊക്കെ. പിന്നെ അത് ഞാൻ ഉണ്ടാക്കി. ഇതിപ്പോൾ ഞാൻ മുറിക്കുന്ന സമയമാണ് കേട്ടോ. ഇത് നല്ല ചൂടായിരുന്നു അതിന് എടുത്തപ്പോൾ എൻ്റെ കൈ അങ്ങോട്ട് പൊള്ളിപ്പോയി. ഞാൻ അതോടിക്കെടുത്ത് ഈ വായിലേക്ക് വെച്ചപ്പോൾ എൻ്റെ അണ്ണാക്കും പൊള്ളിപ്പോയി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എനിക്കറിയാം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമെന്ന്. ഇതിൽ ചില ആൾക്കാർ ജീരകവും ഉള്ളിയൊക്കെ ഇടും. പക്ഷേ എനിക്ക് ജീരകവും ഉള്ളിയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ്.